പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും 24 വാർത്തയ്ക്ക് പോസിറ്റീവായിട്ടുള്ള വാർത്ത. അതെ, പിന്നാലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതനായ അനിൽകുമാറിന് കൂടുതൽ സഹായമെത്തി. ഡിജിറ്റൽ ഡിസ്പ്ലേയേഴ്സ് അസോസിയേഷനും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്ത ഒരു ഇരുചക്ര വാഹനം കുടുംബത്തിന് കൈമാറി. ദുരന്തത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് 24 വാർത്താ സംഘത്തെ ജീപ്പിൽ പുഞ്ചിരിമട്ടത്ത് എത്തിച്ചത് അനിൽകുമാർ ആയിരുന്നു. വാർത്ത സുമനസുകൾ ഏറ്റെടുത്തതോടെ അനിൽകുമാറിന് ഇരുചക്ര വാഹനത്തിന്റെ രൂപത്തിൽ സഹായഹസ്തമെത്തി. ടി സിദ്ദിഖ് MLA, DCAK ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ വാഹനത്തിന്റെ താക്കോൽ അനിൽകുമാറിന് കൈമാറി. ഇവിടെ കിടക്കുമ്പോഴും അനിൽകുമാർ ചിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആ ചിരിയാണ് നമുക്ക് വേണ്ടത്. 24 ഇടപെടലിലൂടെ തന്നെ തൃശ്ശൂരിലുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ വന്നുകൊണ്ട് നൽകിയ സഹായവും ഇപ്പോൾ നിയാസ്കീം മുസഫ്കീം ഉൾപ്പെടെ ഇവിടെ എല്ലാവരും ഇവിടെയുണ്ട്. അവർ അവസാനം ഒരു പ്രധാനപ്പെട്ട ഒരു മൂവിങ്ങിനുള്ള ഒരു സിസ്റ്റം കൂടെ ക്രമീകരിക്കുകയാണ്. അതൊരു വലിയ ആശ്വാസമാണ്. സന്നദ്ധ പ്രവർത്തകരായ N. മുസ്തഫ, TV നിയാസ് എന്നിവരാണ് 2 വീലർ വാങ്ങാനുള്ള ഇടപെടൽ സാധ്യമാക്കിയത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ പാലിയേറ്റീവിൻ്റെ ഭാഗത്തു നിന്നും ഞാനും മുസ്തഫയൊക്കെ ഉൾപ്പെട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അപ്പോഴാണ് ജ്യേഷ്ഠൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നും ജോലിക്ക് പോകാൻ സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് ജോലിക്ക് പോകുന്നപ്പോൾ ഒരു പഴയ വണ്ടി നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് വാക്ക് ചെയ്ത് പോയി. അപ്പോഴാണ് LAD അസോസിയേഷൻ വാർഡ് അസോസിയേഷൻ നമ്മളോട് സഹകരിച്ച് അനിലിന് പുതിയൊരു വണ്ടി തന്നെ നമുക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ ഇതിൽ നമുക്ക് സന്തോഷമുണ്ട്. തൃശൂർ ആസ്ഥാനമായ ഓഫ് സൈഡ് ഫുട്ബോൾ വാട്സപ്പ് കൂട്ടായ്മ കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപ അനിൽകുമാറിന് കൈമാറിയിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയുന്നില്ല. അന്നേ ദിവസം മുതലും ഈ സമയം വരെ 24-ൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ സൈഡിൽ നിന്നും അത്രയും എനിക്കൊരു ഹെൽപ്പാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നത് ഞാൻ. ദുരന്തത്തിൽ അമ്മയും 2 വയസ്സുള്ള മകനും നഷ്ടപ്പെട്ടയാളാണ് അനിൽകുമാർ. സഹോദരന്റെ വീടും പുതുതായി അനിൽകുമാർ പണി കഴിപ്പിച്ച വീടും ഇരുചക്ര വാഹനവും ഉരുൾപൊട്ടലിൽ തുടച്ചു നീക്കപ്പെട്ടു. 24 വയനാട്.